ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മിനി വ്ളോഗാണ്. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings. രാവിലെ എണീറ്റ് മോർണിംഗ് റൂട്ടീൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. The night's young and it's just begun. ഇന്ന് ദോശയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിന് കുറച്ച് മാവ് എടുത്തിട്ട് എഗ് ദോശ ആക്കിയിട്ടുണ്ടാക്കാമെന്ന് കരുതി. കാരണം എനിക്ക് ഈ ഉഴുന്നിട്ടിട്ടുള്ള ദോശനോട് വലിയ താല്പര്യമില്ല. നെയ്യ് റോസ്റ്റ്, മസാല ദോശ അതൊന്നും എനിക്കിഷ്ടമല്ല കേട്ടോ. പക്ഷേ എനിക്കത് ചുടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ അതാണെന്നുണ്ടെങ്കിൽ ഞാനിതേപോലെ എഗ് ദോശ അല്ലെങ്കിൽ ഊത്തപ്പം ഉണ്ടല്ലോ അതൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കലുള്ളത്. We're gonna be two hearts running wild. പിന്നെ കുറച്ച് പേര് മാത്രമേ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വർക്കൊന്നും ഇല്ലാത്തൊരു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കൂ എന്നുള്ളത്. ഞാൻ അധികം എൻ്റെ വീഡിയോസിൽ ഇങ്ങനെ പോളറോയിഡ്സ് കട്ട് ചെയ്യണതോ അല്ലെങ്കിൽ എന്തെങ്കിലും എൻ്റെ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ കാണിക്കലുണ്ടല്ലോ. അപ്പോൾ അതൊന്നും ഇല്ലാത്തൊരു ഡേ ഇൻ മൈ ലൈഫ് സാധാരണ ഒരു ദിവസം കാണിക്കുമെന്ന് ചോദിക്കലുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ അങ്ങനെയാണ് കേട്ടോ. ഇതിലങ്ങനെ ഞാൻ എൻ്റെ വർക്കും കാര്യങ്ങളൊന്നും ചെയ്യണില്ല. അപ്പോൾ ഇന്നങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല. കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പുറത്ത് പോകണം. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഉമ്മാൻ്റെ വീട്ടിലും പോകണം. കാരണം കസിൻ്റെ കല്യാണമാണ്. അപ്പോൾ അതിന് മുന്നേ ഉള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അങ്ങനെ ദോശ ചുട്ട് കഴിഞ്ഞിട്ട് ഞാനൊരു കോഫിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ മുന്നത്തേക്കാളും കുറച്ച് കൂടുതൽ കോഫി കുടിക്കുന്നുണ്ട് കേട്ടോ. ആദ്യമൊന്നും ഞാൻ അങ്ങനെ ഡെയിലി കുടിക്കലില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അധിക ദിവസവും ഇത് ഉണ്ടാക്കി കുടിക്കും. അപ്പോൾ പിന്നെ ഞാൻ കരുതി എന്നാൽ കുറച്ച് ക്വാണ്ടിറ്റി കുറച്ച് കുടിക്കാന്നുള്ളത്. സാധാരണ ഒരു ഗ്ലാസ് കുടിക്കുന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ഉണ്ടാക്കിയിട്ട് അങ്ങനെ കുടിക്കാമെന്നാണ് വിചാരിക്കണേ. The moonlights, summer sky. It was a day. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ വീടൊക്കെ ഒന്ന് അടിച്ചു വാരി എല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇന്ന് പുറത്ത് പോകാനും അങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാ പണിയും തീർത്തിട്ട് പോകാൻ വേണ്ടി നോക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെയും കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. ഡ്രസ്സ് വാഷ് ചെയ്യാനിടാനും അങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെ വേഗം ചെയ്യുന്നുണ്ട്. Stars from the sky, just two hearts running wild. Never sleep, never stop. Never shot from the top. അങ്ങനെ എനിക്ക് ചെയ്യാനുള്ള പണികളൊക്കെ ഞാൻ വേഗം തീർത്തിട്ട് പിന്നെ റൂമിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കല്യാണം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിയ ഡ്രസ്സ് എനിക്ക് കുറച്ച് ലൂസാണ്. അപ്പോൾ അതൊന്ന് ഓൾട്ടർ ചെയ്തെടുക്കാനുണ്ട്. ഇത് വാങ്ങിയിട്ട് കുറച്ച് ദിവസമൊക്കെ ആയിട്ടോ. പക്ഷേ എപ്പോഴും അങ്ങനെ തന്നെ ലാസ്റ്റ് മിനിറ്റേ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ തലേ ദിവസം അല്ലെങ്കിൽ പോണതിൻ്റെ മുന്നേ അങ്ങനെയൊക്കെ തന്നെയാണ്. ഞാനങ്ങനെ ഭയങ്കര ഷേപ്പ് ചെയ്തിട്ട് ഡ്രസ്സ് യൂസ് ചെയ്യലില്ല കേട്ടോ. കുറച്ചൊന്ന് ലൂസായിട്ട് തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഇത്തിരി ഒന്ന് ഷേപ്പ് ചെയ്യാനേ ഉള്ളൂ. Tall buildings as they can. അങ്ങനെ ഞാൻ അതിക്ക് മാച്ചായിട്ടുള്ള നൂലൊക്കെ നോക്കി എടുക്കണുണ്ട്. കുറേ ദിവസമായിട്ടോ സ്റ്റിച്ച് ചെയ്തിട്ട്. സത്യം പറഞ്ഞാൽ ഈ മെഷീനിൽ ഒരു നൂലിട്ടിട്ട് തന്നെ കുറേ ദിവസമായി. ഞാനങ്ങനെ ഇപ്പോൾ നോക്കലേ ഇല്ല. ലാസ്റ്റ് ടൈം എനിക്ക് തോന്നുന്നത് സ്ക്രഞ്ചീസോ അങ്ങനെ എന്തോ ആണ് ഇതിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എടുത്തിട്ടേ ഇല്ല. ഇൻഷാ അല്ലാ ഇനി കുറച്ച് ടോപ്പും ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഒരു ചോക്ക് യൂസ് ചെയ്തിട്ട് വരക്കണുണ്ട് കേട്ടോ എത്രയാണ് വേണ്ടതെന്നുള്ളത്. അല്ലെങ്കിൽ ചിലപ്പം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ച് കൂടിപ്പോവുകയോ കുറഞ്ഞു പോവുകയൊക്കെ ചെയ്യും. അപ്പം അങ്ങനെ വരച്ചിട്ട് പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നേ ഉള്ളൂ. Laugh so loud as the hours pass. We're gonna do it all again. Four stars from the sky, just two hearts അങ്ങനെ ഡ്രസ്സൊക്കെ ഒരുവിധം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ പോയിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്.
സമയം 12 മണിയൊക്കെ ആവണേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് പോകാനുള്ളതുകൊണ്ട് തന്നെ അമ്മ നേരത്തെ ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്കും കുറച്ച് സാധനങ്ങളൊക്കെ ആദ്യം പോയിട്ട് വാങ്ങാനുണ്ട്. അപ്പോൾ ഞാനും പിന്നെ എൻ്റെ അനിയത്തിയും കൂടെയാണ് കേട്ടോ പോണത്. തിരിച്ച് വന്നിട്ട് ഈ ഒരു ഡ്രസ്സിലാണ് അമ്മാൻ്റെ വീട്ടിലും പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ചുരിദാറൊക്കെ ഇട്ടിട്ടുള്ളത്. പിന്നെ വന്ന് ഡ്രസ്സ് ചെയ്യാനൊന്നും നിൽക്കണ്ടല്ലോ. അപ്പോൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഓട്ടോ കിട്ടാൻ കുറച്ച് പണിയാണ്. പിന്നെ ഉച്ച നേരമല്ലേ, അപ്പം കുറച്ച് അപ്പുറത്തേക്ക് പാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടൗണ് വരെ ആക്കാൻ പറ്റില്ല, കാരണം ഞങ്ങൾ 3 ആളുണ്ട്. ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് നേരെ ടൗണിലേക്കുള്ള ഓട്ടോ കിട്ടും. അങ്ങനെ അവിടെ കുറച്ച് നേരം നിന്നപ്പോൾ തന്നെ ഒരു ഓട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മെയിനായിട്ട് വാങ്ങാനുള്ളത് ഒരു ചെരുപ്പാണ് കേട്ടോ. കല്യാണത്തിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെരുപ്പൊന്നും വാങ്ങിയിട്ടില്ലായിരുന്നു. പിന്നെ എൻ്റെ കയ്യിലുള്ളതൊക്കെ അധികം ഹീൽസ് ആയതുകൊണ്ട് തന്നെ ഞാൻ കുറേ കാലമായി ഒരു ഫ്ലാറ്റ്സ് വാങ്ങണമെന്ന് വിചാരിക്കണേ. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ ഈദ് വ്ളോഗിലൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ, ഞങ്ങൾ ചെരുപ്പെടുക്കാൻ വേണ്ടി ഫസ്റ്റ് വന്നൊരു ഷോപ്പ്. ആ ഷോപ്പ് കണ്ടിട്ട് വന്നിട്ടുള്ളത്. ഞാൻ അധികം ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങലുള്ളത്, കാരണം ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. അങ്ങനെ പിന്നെ അവിടുന്ന് കുറേയൊക്കെ കാണിച്ചു തന്നെ എനിക്ക് ഇഷ്ടമായതൊക്കെ അങ്ങനെ ഇട്ട് നോക്കുകയാണ്. ഈ ഒരു വൈറ്റ് സാൻഡിൽസ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഫ്ലാറ്റ്സും ആണ്, പക്ഷേ ഇട്ട് നോക്കിയപ്പം വലിയ കുഴപ്പമില്ല. പക്ഷെ എൻ്റെ കാലധികം വീതി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് കുറച്ചൊരു വീതിയുള്ള ടൈപ്പ് ചെരുപ്പല്ലേ, അപ്പം എന്തോ ഒരു സൈസ് ഓവർ ഉള്ളത് ഇട്ട പോലെ. അപ്പം പിന്നെ അത് എടുത്തില്ല. പിന്നെ അതിന് അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ കുറേ നോക്കിയിട്ട് ലാസ്റ്റ് ഇതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതെനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, കാണാനും നല്ല രസമായിട്ടില്ലേ. പിന്നെ ഈ ഒരു ടൈപ്പും എനിക്കില്ല. അപ്പം അങ്ങനെ അതൊക്കെ വാങ്ങി ബില്ല് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് നേരെ ഒരു ഫാൻസി ഷോപ്പിലേക്കാണ് കേട്ടോ പോയത്. എനിക്കൊരു കമ്മൽ വാങ്ങാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഡ്രസ്സൊക്കെ മാച്ചായിട്ടുള്ളതൊക്കെ നോക്കണുണ്ട്. പിങ്ക് ഡ്രസ്സാണ് കേട്ടോ എൻ്റെത്, നിങ്ങൾ നേരത്തെ കണ്ടില്ലേ. അപ്പം അതിക്ക് മാച്ചായിട്ടുള്ളത് അങ്ങനെ നോക്കുന്നുണ്ട്. ഭയങ്കര വലിയ സൈസൊന്നുമില്ല, എന്നാൽ കുറച്ചൊരു പാർട്ടി ടൈപ്പ് തന്നെ വേണം. ഇതൊക്കെ ഞാനവിടെ കമ്മൽ നോക്കണ നേരത്ത് ഓളെന്തൊക്കെയോ വീഡിയോ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഈ 2 എണ്ണമാണ് കേട്ടോ എനിക്ക് ഉള്ളതിൽ ഇഷ്ടമായത്. അപ്പോൾ ഇതിൽ നിന്ന് ഇതെടുക്കും എന്ന് കുറേ ആലോചിച്ചിട്ട് പിന്നെ ആ ഒരു ഫ്ലവറിൻ്റെ ഡിസൈനൊക്കെ വരുന്നതുണ്ടല്ലോ, അതെടുക്കാമെന്ന് കരുതി. കാരണം അത് ഇതുവരെ കാണാത്തൊരു വെറൈറ്റി ടൈപ്പ്. അപ്പോൾ പിന്നെ അത് വാങ്ങി. പിന്നെ കുറച്ച് ടിക്ക് ക്ലിപ്പ് ഉണ്ടല്ലോ, അതൊക്കെ വാങ്ങാണ്ടായിരുന്നു. പിന്നെ ഞാൻ വളയും വാങ്ങണമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ, കാരണം എനിക്ക് കൈമിടാൻ അങ്ങനെ അതിക്ക് മാച്ചായിട്ടുള്ളതൊന്നുമില്ല. പക്ഷെ ഇവിടെ നോക്കിയപ്പം അങ്ങനെ ഞാൻ വിചാരിച്ചൊന്നും കിട്ടിയില്ല. ഈ സ്റ്റോൺ വെച്ചതൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് ഭയങ്കര റേറ്റുമാണ്. പിന്നെ അങ്ങനെ യൂസ് ചെയ്യൂലല്ലോ. ഞാൻ വിചാരിച്ചത് സിൽവർ കളറിൽ കുറച്ചധികം സെറ്റായിട്ട് ഇങ്ങനെ വരില്ലേ, തീരെ കട്ടിയില്ലാത്ത കമ്പിവള പോലെ, അതായിരുന്നു കേട്ടോ. പക്ഷെ അത് കിട്ടാത്തതുകൊണ്ട് പിന്നെ ഞാനൊന്നും വാങ്ങിയില്ല. കമ്മലും പിന്നെ ഒരു മൈലാഞ്ചി വാങ്ങാണ്ടായിരുന്നു, അതും കൂടെ വാങ്ങിയിട്ടുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവിടുന്ന് ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് പോയിട്ട് ആ ഒരു ഓട്ടോയിൽ തന്നെയാണ് കേട്ടോ പിന്നെ അമ്മാൻ്റെ വീട്ടിലേക്കും പോണത്. ശരിക്കും ഞാൻ അവിടെ എത്തിയിട്ട് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ. പിന്നെ പിറ്റേന്ന് കല്യാണത്തിൻ്റെ അന്നും ചെറിയൊരു വ്ളോഗ് പോലെയൊക്കെ ഷൂട്ട് ചെയ്യണം കരുതിയിരുന്നു, കാരണം ആ ടൈപ്പ് വീഡിയോ ഒന്നും നമ്മളിതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ എനിക്കും ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് അത് അത്ര ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളതല്ല എന്ന് എനിക്ക് അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്ര കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണും വരെ ബൈ.